Hallowed be thy name, thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive us our debts and sins, as we also have forgiven our debtors. Lead us not into temptation, but deliver us from the evil one. For thine is the kingdom, the power, and the glory, forever and ever. Amen. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തന്നെ ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ആശാഴ്ചയിൽ പലയിടത്തും പോയിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം കറുത്ത വസ്ത്രം ധരിച്ചവരെ ആദ്യമായിട്ട് കാണും. ഇത് ഒരു പുതിയ അവസ്ഥയായിട്ട് എനിക്ക് തോന്നുന്നു. അത് സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും കറുത്ത വേഷത്തിലിരിക്കുന്ന കാണാൻ ഒരു ശീലമുണ്ട്. ഞാനിന്ന് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുന്നത് അത് നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇന്നലെ വൈകിട്ട് പെസഹ ആചരിച്ചു. കഴിഞ്ഞ നൈറ്റില്ല, അതിനുമ്പലത്തെ നൈറ്റ്. ഇന്നലെ വൈകുന്നേരം, കഴിഞ്ഞ വൈകുന്നേരം കാലുകളി ശുശ്രൂഷ നടത്തി. എല്ലാം വളരെ ലാഘവത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്. എത്ര സമയം ഗ്യാപ്പുണ്ട്. അച്ഛനും മെത്രാച്ചനും ഒന്നും ക്ഷീണം അധികം പറ്റാത്ത രീതിയിൽ എല്ലാം നമ്മൾ ചെയ്തില്ലേ. പക്ഷെ ഈ പറഞ്ഞ സംഗതികളെല്ലാം ഒന്നിച്ച് കർത്താവ് തൻ്റെ ദേഹത്തിൽ വഹിക്കുകയാണ് ചെയ്തത്. കണക്ക് പറഞ്ഞാൽ വ്യാഴാഴ്ച വൈകുന്നേരമാണ്, അത് ഇന്ന് ഈ കഴിഞ്ഞ വൈകുന്നേരമാണ് അത്താഴം കഴിച്ചത്. അപ്പോൾ അത്താഴം കഴിച്ചപ്പോൾ ആരാ വലുതാന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. 12 പേരിൽ ആരായിരിക്കും മിടുക്കൻ എന്നൊരു തോന്നൽ. അപ്പോഴാണ് കാലുമേലെ കഴുകി കൊടുത്തു. അപ്പോൾ ആരാ വലുത് എന്ന് കർത്താവ് അവിടെ പഠിപ്പിച്ചു. ഈ കർത്താവിൻ്റെ പറച്ചിൽ മാത്രമല്ല, പ്രവൃത്തിയിലും അതുണ്ടായിരുന്നു. പ്രാക്ടിക്കലും ഉണ്ടായിരുന്നു, തിയറിയും ഉണ്ടായിരുന്നു. അതാണ് അവിടെ കണ്ടത്. അവരെ എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ലെന്ന് കണ്ടതുകൊണ്ടാണ് അവരെ കാല് കഴുകി കൊടുത്തു. അപ്പം ദാസനാണോ വലുത്, യജമാനാണോ വലുത് എന്നൊരു ചോദ്യത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് വളരെ വേദനയോടെയാണ് തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നത്. പ്രാർത്ഥിക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്ന ഈ ആശാന്മാർക്കെല്ലാം എപ്പോഴാണ് രാജ്യം വരുന്നതെന്നും ഭരണത്തിന് ഏതൊക്കെ സ്ഥാനങ്ങൾ കസേരയിലിരിക്കാൻ പറ്റുമെന്നും വിചാരിച്ചൊക്കെ ഇരുന്നിരുന്നത്. അവർക്ക് ആപ്പാടെ അങ്കലാപ്പുണ്ടാക്കിയ വിഷയമാണ്. കർത്താവ് ഒലിവുമലയിൽ പോയി പ്രാർത്ഥിക്കാൻ നേരത്ത് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്ക്, ഞാൻ മടങ്ങി വരാം എന്ന് പറഞ്ഞ് സങ്കടത്തോടെ കണ്ണുനീരുകൾ രക്തത്തുള്ളി പോലെ വീണു എന്ന് അവിടെ പറയണേ. അത്രമാത്രം ഹൃദയവേദനയോടെയുള്ള പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ശിഷ്യന്മാർ ഭംഗിയായി ഉറങ്ങുകയാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, അത് നമ്മുടെ ഹൃദയത്തിൽ തട്ടേണ്ടതാണ്. അല്പസമയമെങ്കിലും എന്നോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാൻ മേലേ? നിങ്ങളുടെ ആരുടെയും കുടുംബജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ ഉണ്ടായിട്ടുണ്ടോ? ചിലർ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലർ, നമ്മോടൊപ്പം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന ചിലർ, നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കാതെ അവർ ഒന്ന് പ്രാർത്ഥിക്കുക പോലും ചെയ്യാത്ത അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ടോ? അതോ നമ്മളോടാരെങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അലക്ഷ്യമായി ശ്രദ്ധയില്ലാതെ പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ടോ? ഇത് ഉള്ളിലേക്കൊരു ചോദ്യമാണ്. ഒന്നാമത്തെ, നിങ്ങളിരുന്ന് ആലോചിക്കാം. ചിലപ്പം കാണും, അപ്പനും അമ്മയ്ക്കുമൊക്കെ ചിലപ്പം വ്യാരം കാണും, മക്കൾ അപ്പനും അമ്മയും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ടും അവരൊന്നും പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എന്ന് തോന്നും, ഇല്ലേ? പറയുന്നുണ്ടാവും ചിലപ്പോൾ അപ്പനും അമ്മയും, എന്താണ് ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും
നിനക്കൊന്നും ഇതൊന്നും മനസ്സിലാവുന്നില്ലേ എന്ന് ചിലപ്പം ചില അപ്പന്മാരും അമ്മമാരും ചോദിക്കും. മക്കളുടെ നിരുത്തരവാദപരമായ ചില പെരുമാറ്റങ്ങൾ അങ്ങനെ ചിലപ്പം മക്കളും അമ്മമാരെക്കുറിച്ചും അപ്പന്മാരെയും കുറിച്ചും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവണം. പ്രത്യേകിച്ച് ഈ നമ്മളെ ഓൾഡ് ഏജ് ഹോമിലേക്ക് കൊണ്ടുപോകാൻ വിചാരിക്കുന്ന അപ്പന്മാർക്കും അമ്മമാർക്കും അതൊക്കെ ചിന്ത കാണുമായിരിക്കും. അത് നമ്മൾ ഓർക്കേണ്ട ഒരു വലിയ സംഗതിയാണ്. കർത്താവ് നമ്മിൽ നിന്ന് പ്രാക്ടിക്കലും തിയറിയും പറഞ്ഞു തരുമ്പോൾ നമ്മിൽ നിന്ന് ഇതുണ്ടാവണം. അപ്പോൾ എടുത്തുചാട്ടക്കാരനായ പത്രോസ് ആരൊക്കെ തള്ളി പറഞ്ഞാലും കൂടെ ഉണ്ടാവുന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്ന 2ാമത് പ്രാവശ്യം കണ്ടു. സമയമായി പോകാമെന്ന് പറഞ്ഞ് പോയി. അവർ പോകുമ്പോൾ അതിന് മുമ്പേ പറഞ്ഞിരുന്നു പത്രോസിനോട്, നീ എന്നെ തള്ളിപ്പറയട്ടോ 3 പ്രാവശ്യം. പത്രോസ് എല്ലാത്തിനും എടുത്തുചാട്ടക്കാരനാണ്. അതാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കുന്നത്. ചില കാര്യങ്ങൾ ചിലരുടെ തലയിലോട്ട് കയറത്തില്ല. അവരത് മനസ്സിലാക്കാതെ അവരിങ്ങോട്ട് മറുപടി പറയുമ്പോൾ നമുക്ക് ദുഃഖവും സങ്കടവും കരച്ചിലും ഒക്കെ വരും. നിങ്ങൾ കരയുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനൊക്കെ ചിലപ്പം കരയും. ഇതിനോടൊന്നും പറഞ്ഞ് തലയിൽ കയറുന്നില്ലല്ലോ എന്ന് വരും. കർത്താവ് പറഞ്ഞു പത്രോസിനോട്, എനിക്ക് ഇതുപോലൊക്കെ ഉണ്ട്, എല്ലാവരും എന്നെ തള്ളിപ്പറയും, ചിതറിയോടും എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കിയത് ആ പുള്ളിക്കാരനാണ്, ഏറ്റവും കൂടുതൽ. ഇത് നമ്മുടെ എല്ലാവരും ചിലർ എടുത്തിയാടി ഉത്തരം പറയുന്ന ചിലരുടെ പ്രത്യേകത. അത് കഴിഞ്ഞ് ഇവർ വിഷാദത്താൽ ഇറങ്ങുന്നുണ്ട് പോയി. യൂത വന്ന് ഉമ്മയൊക്കെ കൊടുത്ത് സ്നേഹത്തോടെ, എന്തൊരു വാത്സല്യത്തോടെ ആ ഉമ്മ അല്ലേ. നമ്മുടെ നാട്ടിൽ പിന്നെ അങ്ങനെ ഒരു സംഗതിയില്ല. സ്നേഹമുള്ളവർക്ക് ഇപ്പോഴും കാണും ഉമ്മ കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ അവിടെ ഇല്ലെങ്കിലും ഉള്ളിൽ ചിരിക്കും നമ്മൾ. സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉള്ളിലിരുന്ന് പല്ല് ഞറമുകയായിരിക്കും. ഇവിടെ നിന്നെ ഞാൻ ശരിയാക്കിയേക്കാന്ന് പറഞ്ഞു. അല്ലെ, ഞാൻ പുരുഷന്മാരുടെ കാര്യം മാത്രമല്ല, സ്ത്രീകളുടെയും കൂടെ കാര്യം ഉദ്ദേശിച്ചാണ് പറഞ്ഞു. പത്രോസ്ലീഹ അടക്കം എല്ലാവരും ചിതറിപ്പോയി. വേദപുസ്തകം വായിക്കുമ്പോൾ യോഹന്നാൻ പുറകെ ചെന്നു. അതായത് യോഹന്നാനും ചിതറിപ്പോയി കേട്ടോ. അത് കഴിഞ്ഞ് യോഹന്നാന് തോന്നിക്കാണും, ഞാൻ ചെയ്ത് തെറ്റായല്ലോ എൻ്റെ ഗുരുവിനോട്, ഇത്ര സ്നേഹമൊക്കെ കാണിച്ചിട്ട് അത് ശരിയായില്ലെന്ന് തോന്നി. പിന്നെ മത്തായിസ്ലീഹ പറയുന്നുണ്ട് എല്ലാവരും ചിതറി ഓടിയെന്ന. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വാളുകൊണ്ട് പത്രോസ് വെട്ടുകയും ചെയ്യുന്നുണ്ട്. കർത്താവ് വെട്ടാൻ പറഞ്ഞില്ല, വാളുണ്ടോ എന്നേ ചോദിച്ചുള്ളൂ, അല്ലാതെ വെട്ടാൻ ആരോടും പറഞ്ഞില്ല. പക്ഷെ വെട്ടി നിർത്തി. അത് കഴിഞ്ഞ് ചിതറി ഓടുകയും ചെയ്തു. യോഹന്നാൻ മെല്ലെ ചെന്നു. യോഹന്നാൻ ചെന്ന് കഴിഞ്ഞിട്ട് പുറകെ കൂടുകയാണ്. ഒപ്പം ആ കൂട്ടത്തിൽ പത്രോസിനകത്ത് കയറാൻ പറ്റാതെ വന്നു. പത്രോസിനെ കയറ്റിയതെങ്ങനെയാണെന്ന് അതിനകത്ത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടിട്ടുണ്ട്. പത്രോസിനെ കയറ്റാൻ വേണ്ടി ഈ രാജാവിൻ്റെ കൊട്ടാരത്തിലെ വേലക്കാരിയെ പിടിച്ച് യോഹന്നാൻ പറഞ്ഞു കയറ്റി വിടണം. അങ്ങനെയാണ് കയറ്റി വിട്ടത്. അതിനെക്കുറിച്ചൊരു വ്യാഖ്യാനമുണ്ട്. ഇവർ മുക്കുവന്മാരായിരുന്ന കാലത്ത് യോഹന്നാൻ കുഞ്ഞു പയ്യനാണ്. അദ്ദേഹം നല്ല ഒന്നാന്തരം ഉണങ്ങിയ മീൻ, ഇപ്പോഴത്തെ പോലുള്ളതല്ല, നല്ല മീൻ ഉണക്കി കൊട്ടാരത്തിൽ കൊണ്ടു കൊടുക്കുന്ന ഒരു പണിയുണ്ടായിരുന്നു. അപ്പം കൊട്ടാരത്തിലുള്ളവർക്ക് വലിയ പ്രിയമായിരുന്നു. അതുകൊണ്ട് യോഹന്നാനെ അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ചെല്ലുന്നത്. അങ്ങനെ നമുക്ക് ചില കുട്ടികളൊക്കെ നമ്മുടെ അടുത്ത് വരും, നമുക്ക് ഇച്ചിരി ഇഷ്ടം തോന്നും. യോഹന്നാൻ വഴി പത്രോസ് കയറി. പത്രോസ് കയറിയിട്ട് പത്രോസിനെ കർത്താവ് വിളിച്ചത് ഒപ്പം നടക്കാനാണ്, ഒപ്പമായിരിക്കാൻ. പത്രോസ് എന്ത് ചെയ്തു എന്നവിടെ പറയണത്, ഒരകലം വിട്ടു നടന്നു. യോഹന്നാൻ ഒപ്പം നടന്നു, പത്രോസ് ഒരകലം വിട്ട്. എന്തെങ്കിലും തട്ടുകേട് കിട്ടിയാൽ ഓടണം. യോഹന്നാൻ പിന്നെ ആ ആദ്യത്തെ വെപ്രാളത്തിൽ നിന്ന് പിന്നെ അത് വന്നില്ല. യോഹന്നാൻ കൂടെ നിന്നു. പത്രോസ് പോയിരുന്നു, തള്ളിപ്പറയുകയും ചെയ്തു. 3 പ്രാവശ്യം തള്ളി പറഞ്ഞപ്പോൾ, അതായത് വൈകുന്നേരം തുടങ്ങി പിറ്റേ ദിവസം 10 മണി വരെ, ഇപ്പം നമ്മൾ 10 മണിയല്ലേ, ഇത് ഈ പറയുന്ന 10-11 മണി വരെ നീണ്ട വിസ്താരമാണ് നടക്കുന്നത്. ആ സമയത്തൊന്നും മിണ്ടുന്നില്ല കർത്താവ്. വളരെ ചുരുക്കം വാക്കുകൾ. വേദപുസ്തക പണ്ഡിതന്മാരും പ്രാക്കന്മാരും പറയുന്നത് കൂടിയാൽ 2-3 മിനിറ്റ് നേരം പറയാനുള്ള വാക്കുകൾ മാത്രമാണ് ഇതിനിടയിൽ പറയുന്നത്. മൗനമായി കർത്താവ് നിൽക്കുകയായിരുന്നു എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആക്രോശങ്ങളും പരിഹാസങ്ങളുടെ നടുവിൽ
രണ്ടും 4 കണ്ണുകൾ കൂട്ടിമുട്ടുന്നുണ്ട്. അറിയാമോ എപ്പോഴാന്ന്? 3-4 കണ്ണുകൾ ഈ ആക്രോശങ്ങളുടെയും പരിഹാസങ്ങളുടെയും ചോദ്യം ചെയ്യലിൻ്റെ ഇടയിൽ കർത്താവ് തൻ്റെ പ്രിയ ശിഷ്യനെ തിരിഞ്ഞൊന്ന് നോക്കി. തള്ളിപ്പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോഴാണ് പത്രോസിന് കാര്യം പിടികിട്ടി, എന്നോട് പറഞ്ഞത് സംഭവിച്ചല്ലോ എന്ന്. പുറത്തിറന്ന് കരഞ്ഞു എന്നാ പറയുന്നത്. അവിടെയാണ് പത്രോസിൻ്റെ മഹത്വം. തെറ്റ് അംഗീകരിക്കാനുള്ള മനസ്സ്. പുറത്തിറങ്ങി വ്യതയോടെ കരഞ്ഞു എന്ന് നമ്മളിവിടെ കാണുവാനായിട്ട് കഴിയും. കർത്താവില്ലാണ്ട് അനുഗ്രഹീതരെ, ഈ 2 പേരെക്കുറിച്ച് നാം ചിന്തിച്ചു. ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവിനെക്കുറിച്ചും പ്രിയ ശിഷ്യനായ പത്രോസിനെക്കുറിച്ചും ശിഷ്യന്മാരെക്കുറിച്ചും എല്ലാം നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ദൈവത്തെ തള്ളി പറയുന്നവരുണ്ടോ? കർത്താവിനെ ഇപ്പം കർത്താവിനെ ഒന്നും നിങ്ങൾ തള്ളി പറയുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഇപ്പം നമ്മൾ അറിയേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട്. സിനായ് മലയിൽ വെച്ച് മോശയ്ക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് കർത്താവ് പറയുന്നുണ്ട്, ദൈവം പറയുന്നുണ്ട്, നീ നിന്റെ സഹോദരനോട് എന്തെങ്കിലും ചെയ്താൽ അത് എന്നോടാവുന്നു. നീ നിന്റെ സഹോദരനോട് നിരന്ന് എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ നിന്നോട് ക്ഷമിക്കും. നമ്മൾ ചെയ്യുന്നത് കർത്താവിനോട്. നാം ഇപ്പോൾ പ്രാർത്ഥനയ്ക്കും അനുതാപത്തിനായിട്ടും അടുത്ത് വന്നിരിക്കുന്നു. നമുക്ക് അവനോടൊപ്പം ആയിരിക്കുവാൻ ദൈവതമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഈ പ്രദക്ഷിണമാണ് നീ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യങ്ങളുണ്ട്. ആ പ്രദക്ഷിണത്തിൽ ഒരു ഭാഗ്യവാനുണ്ട്. ഉത്തരാഫ്രിക്കയിൽ നിന്ന് വന്ന കുറേന എന്ന് പറയുന്ന ദേശത്തിലെ കുറേനക്കാരനായ അദ്ദേഹം, പേര് ഞാൻ വിട്ടുപോയി, അറിയാവുന്ന പേര് ശീമോൻ. കുറേനക്കാരനായ ശീമോൻ. അദ്ദേഹത്തെ മക്കളെല്ലാം വേദപുസ്തകത്തിലെ പ്രമുഖരാണ്. അലക്സാന്ദ്രിയോസ് എന്നൊക്കെ പറയും, അലക്സാണ്ടർ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ. അദ്ദേഹം കൃഷിസ്ഥലത്തുനിന്ന് കയറി വരുമ്പോൾ ഒരു വലിയ ബഹളം കേട്ടിട്ടാണ് നോക്കിയത്. ഒരു ജിജ്ഞാസയ്ക്കാണ് അടുത്ത് ചെന്നത്. അപ്പോഴാണ് പട്ടാളക്കാരൻ, നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ, കർത്താവിൻ്റെ ക്രൂശ് ചുമപ്പിച്ചു. അതൊരു ഭാഗ്യവാനാണ്. കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുവാനുള്ള ഭാഗ്യം, കർത്താവിൻ്റെയോടൊപ്പം ആയിരിക്കാനുള്ള ഭാഗ്യം, മറ്റുള്ളവരുടെ വേദനയിൽ സഹതപിക്കാനൊരു ഭാഗ്യം, മറ്റുള്ളവരുടെ വേദനയിൽ കുറ്റു നോവിക്കാതെ കുറേനക്കാരനായ ശിമോനെ പോലെ നാം ആയിരിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.